ജീവിക്കൂ. എന്നാൽ പുത്രന്മാരോടൊപ്പം സമയം ചെലവഴിക്കുവാൻ കഴിഞ്ഞില്ല എന്ന ഖേദമുണ്ടാകരുത്. ജീവിതം എപ്പോൾ അവസാനിക്കുമെന്ന ചിന്ത ആ ഭയം നീ തുടർന്നാൽ അത് നിന്നെ ജീവിക്കുവാൻ അനുവദിക്കില്ല പുത്ര. ജ്യേഷ്ഠ കേൾക്കൂ, നമ്മൾ എവിടേക്ക് പോകുന്നതെന്ന് അങ്ങേക്ക് അറിയാമോ? നീ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചോളൂ. നാമോ? ഇല്ല, പോകാം. എന്താ തളർന്നോ ദശരഥ നന്ദന? എന്താ ആചാര്യ? ഇല്ലില്ല, ജ്യേഷ്ഠ വന്നാലും വരൂ. ദിവസം മുഴുവൻ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുക. രാത്രിയിൽ ഭോജനവുമില്ല, ജലവുമില്ല. വാസ്തവത്തിൽ ഗുരുദേവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉറപ്പായും എന്തെങ്കിലും കാരണമുണ്ടാകും ലക്ഷ്മണ. കാര്യങ്ങൾ നിസ്സാരമായിരുന്നെങ്കിൽ ഗുരുദേവൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് അയോധ്യയിൽ എത്തില്ലായിരുന്നു. കഠിനമായ കാര്യത്തിലുള്ള കഠിനം തന്നെയായിരിക്കും. ക്ഷമ കേട്ടു. ശരി ജ്യേഷ്ഠ. ഗുരുദേവ, ജലാശയം. ഇത് ശുദ്ധജലം തന്നെയാണ്. പാനം ചെയ്യാൻ പാടില്ല. നമ്മൾ ക്ഷമിച്ചാലും ഗുരുദേവ, കാരണം എന്താണ്? എന്താ ഇതൊരു പരീക്ഷയായിരുന്നു? പരീക്ഷകളും അവസ്ഥകളും മുൻകൂട്ടി അറിയിച്ചിട്ടെത്താറില്ലെന്നറിയില്ലേ? എന്ത് കാര്യത്തിനാണോ നാം നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നത് അത് വളരെ ദുഷ്കരമായ കാര്യമാണ്. നമുക്കറിയണം ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് നീ യോഗ്യനാണോ അല്ലയോ എന്ന്. അസുരന്മാരുമായുള്ള യുദ്ധം അനേകം ദിവസങ്ങൾ നീണ്ടു നിൽക്കും. വിശപ്പും ദാഹവും സഹിച്ച് അവരുടെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ലെങ്കിൽ ജലപാനം നടത്തൂ, എന്നിട്ട് തിരിച്ചു പോകും. അവർ അസുരന്മാരാണ്. വിശപ്പിനെയും ആഗ്രഹത്തെയും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവരുടെ ശരീരത്തിന് വിശപ്പ് അനുഭവപ്പെട്ടാൽ അവർ മോഷണം നടത്തും, തട്ടിയെടുക്കും, കൊള്ളയടിക്കും. അങ്ങനെ അവരുടെ മനസ്സിലെ വിശപ്പിനെയും ആഗ്രഹത്തെയും അവർ തെറ്റുകൾ ചെയ്ത് ശാന്തമാക്കും. അതിന്റെ അർത്ഥം മനസ്സിലായി ഗുരുദേവ. അഥവാ നമ്മൾ അവരെ പുറത്തേക്ക് ചെയ്താൽ നമുക്ക് അവരെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ വിശപ്പിനെയും മറ്റു പ്രലോഭനങ്ങളെയും നിയന്ത്രിച്ചു മതിയാകും. അതല്ലേ? ഞങ്ങൾ തയ്യാറാണ് ആചാര്യ. നമ്മുടെ ലക്ഷ്മണൻ ബലശാലിയാണ്. അതുപോലെ സാധിച്ചിരുന്നു. അങ്ങയുടെ ഭാവം മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവിവേകം പ്രവർത്തിച്ചത്. ഇവരുടെ ക്ഷമിച്ചാൽ ഗുരുദേവ. അതേ ഗുരുദേവ, നാം അങ്ങേക്ക് ഉറപ്പ് നൽകുകയാണ്. നാം ഈ വിശപ്പും ദാഹവും
പൂർണ്ണമായി നിയന്ത്രിക്കാൻ തയ്യാറായിരിക്കുന്നു. ശരീരത്തിന്റെ വിശപ്പിനെ ശാരീരികമായ ബലവും പരിശ്രമവും കൊണ്ട് ശാന്തമാക്കാൻ സാധിക്കുന്നതാണ് ലക്ഷ്മണ. എന്നാൽ മനസ്സിലെ ആഗ്രഹങ്ങളെ അകറ്റുന്നതിന് വേണ്ടി മനസ്സിന്റെ ഉള്ളിൽ കരുണ ഉണർത്തുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയണം. ചെയ്യാനാകുമോ? എങ്കിൽ നമുക്ക് പോകാം. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും 4 ദിവസം കൂടി എടുക്കും. വിശ്വാമിത്രനോടൊപ്പം ശ്രീരാമനും ലക്ഷ്മണനും ആ കാനന യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ മിഥിലയിലാകട്ടെ സീതാ സ്വയംവരത്തിനുള്ള ഒരുക്കുന്നത് ആരംഭിക്കുകയായിരുന്നു. ഇപ്പോഴും വിശ്വാസം വരുന്നില്ല. സീതാജ്യേഷ്ഠത്തിയുടെ സ്വയംവരത്തിനുള്ള ക്ഷണപത്രിക തയ്യാറാക്കുന്നത് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നമ്മുടെ ബാല്യത്തിലെ ആ കൂട്ട് ഇത്ര വേഗം ഇങ്ങനെ സീതാദേവി നമ്മളില്ലാതെ എങ്ങനെയാണ് കഴിയുക? മാതാവും സ്വന്തം മാത്രമൊന്നും ഉപേക്ഷിക്കുകയല്ലേ കഴിയുന്നത്? എന്നിട്ടും മാതാവ് പ്രസന്നയല്ലേ? സീതാജ്യേഷ്ഠത്തി പകിട കളിച്ചാലോ? ഇനി എത്ര കാലം ഇവിടെ ഉണ്ടാകും? യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മുഴുവൻ എങ്ങനെയാണ് കളിക്കുന്നത്? ഇപ്പോഴും നിനക്ക് നമ്മുടെ സ്കൂൾ കാലം ഓർമ്മയില്ലെന്നാണോ നീ പറയുന്നത്?